നമുക്കേ വൈകുന്നേരത്തേക്ക് കുറച്ച് കപ്പയും വേവിച്ച് കേരമീൻ ഇരിപ്പുണ്ട്, മീൻകറിയും വെക്കാവേ. നല്ല മഞ്ഞക്കപ്പ. കുഞ്ഞമ്മ കുറച്ച് ദിവസമായിട്ട് ഇവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് കുഞ്ഞമ്മയെ കൊണ്ടുപോകാനായിട്ട് വൈകുന്നേരം കുഞ്ഞമ്മയുടെ അനിയത്തിയും പിള്ളേരും എല്ലാം കൂടെ വരുന്നുണ്ട് കട്ടപ്പനയാണ്. അപ്പോൾ അവർ വരുമ്പോഴേക്കും നമുക്ക് കപ്പയും വേവിച്ച് മീൻകറിയും വെക്കാം. കുഞ്ഞമ്മ ഇന്ന് പോവോ നീ? കുഞ്ഞ് കുറച്ച് ദിവസം കൂട്ടുകൂടി ഇരുന്നതായിരുന്നല്ലോ കുഞ്ഞ്. അച്ചമ്മച്ചി മീൻകറി വെക്കട്ടെ. നമുക്കേ ഗാർഡനിൽ കുറച്ച് പരിപാടികളുണ്ട്. ഇതുണ്ടോ, റോസയുടെ മുട്ട വന്ന് നിറച്ച് മുട്ട ആയതായിരുന്നു. അത് പ്രാണി വന്ന് തിന്നുന്നുണ്ടോ. മാരെയൊക്കെ എന്നാ ചെയ്യും? ഇതുണ്ടോ, വൈറ്റും പിങ്കും മിക്സ്. 2 ചെടി നടാനുണ്ട്. അതൊന്നേ നടാം നമുക്ക്. ഇതുണ്ടോ, ചെടി കൊണ്ടുവന്നിട്ടേ വെള്ളത്തിലിറക്കി വെച്ചു വേര് വരാൻ വേണ്ടിയിട്ട്. ഇനി നട്ട് വെക്കാം നമുക്ക്. വേര് വന്നോ? വേര് വന്നു. ഈ ഇന്നലെ മഴ പെയ്തതല്ലേ, എന്നിട്ട് നിൽക്കുന്ന നോക്കിയ വാടി. നമുക്ക് നട്ട് വെക്കാം. ആ ചെടിയുള്ളതല്ലേ, അല്ല പൂവുള്ള ചെടി. കുറച്ച് ഇത് നിറഞ്ഞു കഴിയുമ്പോൾ നമുക്ക് ഒടിച്ച് വേറെ വേറെ ചട്ടിയിലോട്ട് മാറ്റി വെക്കാം. അങ്ങനെ ഒരു ചെടി നട്ടിരിക്കുന്നു. പോയ ചമ്മച്ചി മീൻകറി വെക്കുന്നതും കൂടെ നോക്കിയോ. നമ്മുടെ കേരമീൻ അങ്ങ് കറി വെച്ചേക്കാം. ആദ്യം എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇതെന്തൊക്കെയാ ചമ്മച്ചി? ഇഞ്ചി, വെളുത്തുള്ളി, ചുവന്നുള്ളി, വറ്റൽമുളക്, കറിവേപ്പില, പിന്നെ മുളക് പൊടി. ഇത് എരിവില്ലാത്ത മുളക് പൊടി. ഇത് ശകലം ഫിഷ് മസാല. ഇനി നമുക്ക് 2 പച്ചമുളകും എടുക്കണം. പുളി ഇതേ വെള്ളത്തിൽ ഇട്ടേക്കുന്നു. എണ്ണ ചൂടാവുന്നു, കടുക് ഇട്ട് കൊടുക്കാം. നമ്മുടെ ഇട്ട് കൊടുക്കാം കടുക്. കടുക് പൊട്ടി. ഇനി എണ്ണ ഇട്ട് കൊടുക്കാം. ഇനി വത്തൽമുളകും മുറിച്ചതിട്ട് കൊടുക്കാം. ഇനി നമ്മുടെ വറ്റൽമുളക് മുറിച്ചിട്ട് കൊടുക്കാം. നമ്മുടെ ഉള്ളിയും കൂടെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇനി പച്ചമുളക് കീറി വെച്ചിരിക്കുന്ന ഇട്ട് കൊടുക്കാം. ബോംബ്. ഇവന് പച്ചമുളക് മാത്രം ഇടുന്നത് പേടിയാ, പൊട്ടുമൊന്നും. പിന്നെ ഇതും ഈ വെള്ളത്തിന്റെ ഇതില്ലേ, അതുകൊണ്ട് പൊട്ടും. ഇതും പൊട്ടിത്തെറിക്കല്ലേ കുഞ്ഞമ്മ ഇത്. എന്നാലും ഈ പച്ചമുളക് ഇടുമ്പോ ഒരേ കണ്ടോ, ഇപ്പം നല്ലപോലെ കീറി ഇട്ടേക്കുന്ന. എന്നിട്ടും കണ്ടോ തെറിക്കുന്ന. ഇവനത് ഭയങ്കര പേടിയാവും, മാറി നിൽക്കുള്ളൂ. ഇനി നമുക്ക് നമ്മുടെ പച്ചമുളക് ഏകദേശം ആയിട്ടുണ്ട്. ഇനി നമുക്ക് വെളുത്തുള്ളി ചതച്ച് വെച്ചിരിക്കുന്നത്, പിന്നെ പുറകെ ഇഞ്ചി ഇടണം. അത് കഴിഞ്ഞ് കറിവേപ്പില, ഇഞ്ചി ചതച്ച് വെച്ചിരിക്കുന്നത്. മൂക്കട്ടല്ലേ. കരിവേപ്പില ഇട്ട് കൊടുക്കാം. നമുക്ക് കരിവേപ്പില മാത്രം കുറവായിപ്പോ, കിട്ടാനേ ഇല്ല. ഇനി പോകുമ്പോ എടുത്തോണ്ട് വരണം പറമ്പില്. അത് പൊട്ടിത്തെറിച്ചില്ല, വെള്ളം ഉണ്ടായിട്ട്. ഇത്തെ വെള്ളമൊന്നും ഇല്ലായിരുന്നു, ഉണ്ടായിരുന്നല്ലോ തുള്ളി. പൂത്ത് വെച്ചതാണ്. അപ്പം നമ്മുടെ ഇഞ്ചി, ഉള്ളി, കരിവേപ്പില എല്ലാം മൂത്തിട്ടുണ്ട്. നമുക്കതിനകത്തോട്ട് ആവശ്യത്തിന് മഞ്ഞപ്പൊടി ഇട്ട് കൊടുക്കാം. പിന്നെ മുളക് പൊടി, ഫിഷ് മസാല എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതും കൂടെ അങ്ങോട്ട് കൊടുക്കാം. ഇനി അത് ഇളക്കി മൂപ്പിച്ചെടുക്കാല്ലേ പൊടി. ഇതൊന്നിനി ഇളക്കി ഒന്ന് മൂത്ത് വരണം. ഇന്ന് ഒരു 2 തവണ കട്ടപ്പന നല്ല പോലെ മഴ പെയ്തു. പക്ഷെ ഇങ്ങോട്ട് തൂളി വന്നിട്ട് അങ്ങ് പോയല്ലേ. ഇങ്ങോട്ട് നമ്മളവിടെ നിന്നപ്പം പറഞ്ഞു ഇവിടെ മഴയായിരിക്കും അല്ലേ. കട്ടപ്പന നല്ല മഴ പെയ്തു. പക്ഷെ ഇവിടെ വന്നപ്പോ ദേ കിടക്കുന്നു വെയില്. ഇവിടെ മഴയില്ലെന്ന്. ഫസ്റ്റ് നമ്മൾ വന്നപ്പോ മൂടി നിന്നിട്ട് പെയ്യാൻ തുടങ്ങി. ഇപ്പൊ പെയ്യുമെന്ന് ഓർത്തു. കഴിഞ്ഞപ്പോ അങ്ങ് പോയി. പക്ഷേ പെയ്തില്ല. ചിലപ്പം വൈകിട്ടത്തേന് പെയ്യാൻ മേലാത്തതും അല്ല. വെള്ളം ഒഴിച്ചു കൊടുക്കാറായോ? ഇനി നമുക്ക് പുളി ചൂടുവെള്ളത്തിലിട്ട് വെച്ചിരിക്കുവായിരുന്നു, അതും കൂടെ അങ്ങോട്ട് ഇളക്കി കുറുക്കി സെറ്റാക്കാം. ഇളക്കി കുറുക്കി കാച്ചി എടുക്കാം.
തിളപ്പിച്ച വെള്ളം. ഇതിന് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം. ഉലുവാപ്പൊടി പിന്നെ വാങ്ങാൻ നേരത്തെ ഞാൻ കൂടുതൽ പിടിയില്ല. ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഇട്ട് കൊടുക്കാം. മുളക് തിളക്കട്ടെ. തിളച്ച് കഴിഞ്ഞിട്ട് നമുക്ക് മീൻ പെറുക്കിയിടാം. നമ്മുടെ അരപ്പൊക്കെ നല്ലപോലെ തിളച്ചു. അരപ്പ് തിളച്ചു. നമുക്ക് ഇതിനകത്തോട്ടേ മീൻ പെറുക്കിയിടാം. എന്നാ മീനാന്ന് പറഞ്ഞില്ല. ഇത് കേരമീൻ. കഷ്ണം കഷ്ണമായിട്ട് കണ്ടോ ചമ്മച്ചി ഞുറുക്കി കഴുകി. ഈ മീൻ കഴുകുമ്പോഴില്ലേ ഇച്ചിരി വിനാഗിരിയൊക്കെ ഒഴിച്ച് വേണം കഴുകാൻ. അതിൻ്റെ മീനിൻ്റെ ഉടുമ്പെല്ലാം ഇറങ്ങിപ്പോക്കോളും. ഇനി അതിട്ടിട്ട് സെറ്റാക്കാം. ഇപ്പൊ കപ്പയും കൂടെ സെറ്റാക്കുന്നുണ്ട് കേട്ടോ മീൻ്റെ കൂടെ. എനിക്ക് ഈ മീനും ഇറച്ചി എല്ലാം മൺചട്ടിക്കകത്ത് ഉണ്ടാക്കുന്നതാണ് ഇഷ്ടം. ഏറ്റവും എനിക്കിഷ്ടം അടുപ്പ വെച്ചുണ്ടാക്കുന്നതാ. വിറകടുപ്പിലേ ഉണ്ടാക്കണം. രുചി അതിന്. അപ്പൊ ഇനി എന്താ തിളക്കട്ടല്ലേ? തിളക്കട്ടെ. ഇപ്പൊ തന്നെ അത് കറിയായ പോലെ തോന്നുന്നില്ലേ? ഇതെല്ലാം ചേർത്ത് കഴിയുമ്പം കറിയായി. ഇനിയിപ്പോ തിളച്ച് വേകണമെന്നുള്ളൂ, എന്നാലേ കൂട്ടാൻ കൊള്ളുള്ളൂ. പിന്നെ അത് വീട്ടിൽ വേവട്ടെ. ഓക്കെ, മൂടി അങ്ങ് വെക്കാം. അപ്പം നമ്മുടെ മീൻകറിയൊക്കെ താത്ത് വെച്ച് പച്ച വെളിച്ചെണ്ണ ഒഴിച്ചു. അത് സൂപ്പർ കറി. എന്നാണ് ശർക്കരയോ? അച്ചയ്ക്ക് ഒരു ശർക്കരക്കാപ്പി കുടിക്കണം എന്നൊരാഗ്രഹം. ഇത്രയും ദിവസം കുറേ നാളായില്ലേ മധുരം ഇട്ട് കാപ്പി കുടിച്ചിട്ട്. ഇപ്പം ഞാൻ കാപ്പി എടുത്തോണ്ട് കൊടുത്തു മധുരം ഇടാതെ. അപ്പം എന്നോട് ചോദിച്ചു ശർക്കര ഉണ്ടെങ്കിൽ ശകലം ഇടാവോന്ന് ചോദിച്ചു. ശർക്കരക്കാപ്പി. മോരുണ്ടാക്കുവാണോ? ചമച്ച് ഇച്ചിരി മോരേ. നമുക്ക് വിരുന്നുകാർ വരുമെന്ന് പറഞ്ഞില്ലേ, അതുകൊണ്ട് ഇച്ചിരി ചിക്കൻ കറി വെക്കുന്ന പോലെ മോര്. ചിക്കൻ കറി വെക്കുന്നവരല്ല. ഇത് പച്ചമുളക്, ഇഞ്ചി, ഉള്ളി, പത്തലമുളക് മുറിച്ചത് എല്ലാം കൂടി ഇട്ട് മോര് കാച്ചാനായിട്ട് അച്ചമ്മച്ചി അത് മൂപ്പിച്ചെടുത്താൽ കടുകൊക്കെ ഇട്ട്. ഇനി അതിനകത്തോട്ട് ശകലം ലേശം മഞ്ഞപ്പൊടി, അതിനകത്തോട്ട് ഒരു ലേശം മുളക് പൊടിയും കൂടെ. ഇനി ഇടുന്ന മോരിന്റെ അകത്തോട്ടാണോ? മോരിന് ചേർക്കാനല്ല. നീ ഇപ്പൊ ഇച്ചിരി തേങ്ങ അരയ്ക്കാതെ മോര് വെക്കുന്ന. നീ ഇച്ചിരി ഉലുവാപ്പൊടി. നമുക്കൊരു സാധനം മാത്രം കിട്ടിയില്ല. നമ്മുടെ കറിവേപ്പില തീർന്നു പോയി. നീ എവിടെ പോയി കൊണ്ടുവരണം. നീ മോര് ഒഴിച്ചു കൊടുക്കാം അല്ലേ? നീ ഇത് ഇട്ട് മൂത്തു. ഇനി നമുക്ക് ഇതിനകത്തോട്ട് ജീരകപ്പൊടി. ഇപ്പൊ പൊടികളെല്ലാം ജീരകം, ഉലുവ, വറ്റൽമുളക് പൊടി, പിന്നെ മഞ്ഞപ്പൊടി, ഉപ്പ് ഇട്ട് കൊടുക്കുക. അപ്പൊ ഇന്നത്തെ മോരിന്റെ പണി തീർന്നു. മോര് കറി റെഡി. ആവശ്യത്തിനുള്ള ഉപ്പും കൂട്ട് ഫിനിഷ് ചെയ്തു. അപ്പൊ നമ്മുടെ വിരുന്നുകാർക്കുള്ള കപ്പയൊക്കെ സെറ്റ് ആക്കുക അല്ലേ? വിരുന്നുകാർക്കുള്ള കപ്പ, മീൻകറി, ചോറ് എഴുത്താറായി. പുളിയമ്മല കഴിഞ്ഞു. ആണോ? പയറ് മെഴുക്ക് വരട്ടി, മീൻകറി. പിന്നെ എന്തുവാ, പിന്നെ വെണ്ടയ്ക്ക തോരൻ, പാവയ്ക്ക വറുത്തത്, പിന്നെ ചമ്മന്തിപ്പൊടി. എന്തൊക്കെയോ ഉണ്ട്. ചമ്മന്തിപ്പൊടി. പിന്നെ മോര് കാച്ചത്. അപ്പം നമ്മുടെ ഗസ്റ്റുകളെല്ലാം വന്നിട്ട് പോയി കേട്ടോ. എന്നാ പോപ്പി, കുഞ്ഞമ്മ കുറേ ദിവസം ഉണ്ടായിരുന്നിട്ട് പോയിട്ടാണോ പോപ്പി അറിയുന്നേ? സന്ധ്യ ആകുമ്പോഴത്തേക്കിനും പ്രകൃതിയുടെ ശബ്ദമാണ് മൊത്തം. ചീവീടിന്റെ ഭയങ്കര സൗണ്ടാ. ചീവീട്, തവള, പിന്നെ എന്തൊക്കെയോ കിളികള്. തവള പറഞ്ഞാണോ ഇത്? കണ്ടോ, ഏതാണല്ലോ ഭയങ്കര സൗണ്ടുകളുണ്ട്. കൊടും കാട്ടിനകത്ത് ചെന്ന പോലില്ലേ? അതെ. അതിനാ നമുക്ക് അങ്ങോട്ട് എങ്ങോട്ട് നോക്കിയാലും വേറെ വെട്ടമൊന്നും കാണാനില്ലല്ലോ. അതെ അതെ അതെ. കാര്യം പറഞ്ഞാൽ റോഡ് തൊട്ട് ഫ്രണ്ടിലാണെന്ന് പറഞ്ഞാൽ ഈ ചെടിയെല്ലാം കൂടെ നിൽക്കുന്നോണ്ടേ കാണത്തില്ല, വെട്ടം കാണത്തില്ല. വനത്തിനകത്തിരിക്കുന്ന പോലെ ഉണ്ട്. പ്രത്യേകതരം സൗണ്ടുകളൊക്കെ. ഈ ചീവീടിന് എന്നാ സൗണ്ട് അല്ലേ? അതിനല്ലേ അതിനെ ചീവീടെന്ന് വിളിക്കുന്നത്. അതെ, നമ്മള് മേളിലായിരുന്നപ്പോ
ഇന്നായിരുന്നു ചെവിക്കകത്തോട്ടായിരുന്നു അതുപോലെ സൗണ്ട് ഇവിടെ അത് നല്ല സൗണ്ടാ. സൗണ്ട് ഉണ്ട്. ഇതിങ്ങനെ കാറി കാറി അകത്തെ തന്നെ ഇരുന്ന് ചാവും അല്ലേ? അങ്ങനെ അതിന്റെ ജീവിതം അങ്ങനെ. അപ്പൊ ഈ കാറുന്ന ഒരു ദിവസത്തെ കാറുള്ളായിരിക്കും. ഒരു ഒരു ദിവസം ദിവസം ജീവിക്കുന്നല്ലേ? ഒരു കുറച്ച് ദിവസം ദിവസത്തെ ഉള്ളൂ. കാറുള്ളൂ. എങ്ങനെയോ ഇതെല്ലാം പ്രകൃതിയുടെ കലാവിരുന്നുകളാണ്. എന്തെല്ലാം കാര്യങ്ങൾ നടക്കുന്നു. അതെ. ഏതായാലും അപ്പോൾ മഴ വൈകുന്നേരം ഇനിയിപ്പം ഫുഡ് കഴിക്കാനുള്ളവരെ കഴിച്ചു. നമുക്ക് തന്നെ കഴിക്കണം. ആരെങ്കിലും ഒക്കെ വന്നിട്ട് പോയി കഴിയുമ്പോ പിന്നെ പാകപ്പാടെ ഇത് മൂകതേ ആരുമില്ലല്ലേ? ആരുമില്ല, ഒരനക്കവും ഇവിടെ എല്ലാം ഇല്ല. ഇഷ്ടം പോലെ ആളല്ലായിരുന്നു. ആൾക്കാരാരെങ്കിലും ഒക്കെ നമുക്ക് ഉള്ളപ്പോഴേ ആരെങ്കിലും വിളിച്ചാലോ? പറഞ്ഞ ആരെങ്കിലും ഒക്കെ ഉള്ളപ്പോ ഒരു രസമുണ്ട്. എല്ലാരും പോയി കഴിയുമ്പോ ഒരു അനക്കമില്ല. എന്നാൽ നമുക്കുള്ള എന്തെങ്കിലും ഫുഡും കൂടെ ഉണ്ടായിക്കോ കഴിക്കാൻ. നമുക്ക് എന്നാ മീൻകറി ഇരിപ്പുണ്ട്. ആ. കഴിഞ്ഞ ദിവസം നമ്മൾ വാങ്ങിച്ച ഇതുണ്ടല്ലോ റാഗി ആ. സേമിയ, അതുകൊണ്ട് പുട്ടുണ്ടാക്കിയാലോ? എന്നാൽ മതി. എങ്ങനെയാ? അപ്പോഴത്തേക്കും എനിക്കും ഒരു ശകലം പണിയുണ്ട്. ഞാനത് കഴിഞ്ഞിട്ട് വരാം. ചേട്ടാച്ചൻ പാക്കിംഗ് ഒക്കെ തുടങ്ങിയിട്ടുണ്ട്. അടുക്കളയിൽ പോയി അമ്മ എന്നാ പരിപാടി നോക്കിയിട്ട് വരാം. അമ്മ എന്നാ പരിപാടിയാ അമ്മ? ഞാൻ കുറച്ച് പണികളായിരുന്നു. കുറെ സാധനം വാങ്ങിച്ചുകൊണ്ട് വന്നായിരുന്നു. അതെല്ലാം പെറുക്കി വെച്ചു. പിന്നെ നാളത്തേന് അപ്പത്തിനുള്ള അരി അരച്ചു വെച്ചു. നമുക്ക് രാത്രിയിലത്തേന് സ്പെഷ്യലായിട്ട് ഞാൻ കുറച്ച് ദിവസം മുമ്പേ റാഗിയുടെ സേമിയ വാങ്ങിച്ചുകൊണ്ട് വെച്ചിട്ടുണ്ടായിരുന്നു. ആൻ്റെമ്മ എന്നാൾ വന്നപ്പോൾ എന്നോട് പറഞ്ഞു ഇത് വെച്ച് പുട്ടുണ്ടാക്കാൻ നല്ല ടേസ്റ്റാ, അവരൊരു പ്രാവശ്യം എവിടെയോ പോയപ്പോൾ കഴിച്ചിട്ടുണ്ട്, നല്ലതാന്ന് പറഞ്ഞു. ഞാൻ കഴിഞ്ഞ ദിവസം കടയിൽ കയറിയപ്പം ഇതിരിക്കുന്ന കടപ്പ് വാങ്ങിച്ചുകൊണ്ട് വന്നു. പുട്ടുണ്ടാക്കാം, പരീക്ഷിച്ച് നോക്കാം. പുട്ടുണ്ടാക്കി നോക്കാം. ഇതാ നമ്മുടെ റാഗി സേമിയ. നമുക്കേ പരീക്ഷണമായതുകൊണ്ട് ആദ്യം കുറച്ചൊന്ന് ഉണ്ടാക്കി നോക്കാവേ. കൊള്ളാമെങ്കിൽ പിന്നെ ഉണ്ടാക്കിയാൽ മതിയല്ലോ. കുഞ്ഞമ്മയോട് ചോദിച്ചപ്പോൾ കുഞ്ഞമ്മയും കഴിച്ചിട്ടുണ്ട്, നല്ല ടേസ്റ്റാണെന്ന് പറഞ്ഞു. നമുക്ക് ആദ്യം ആയതുകൊണ്ടൊരു കുറച്ചുണ്ടാക്കി നോക്കാം. കുറച്ച് ഉപ്പ് മതിയെന്ന് പറഞ്ഞതിന് മതിയായിരിക്കും അല്ലേ? വെള്ളത്തിലോട്ട് ഉപ്പിടുവാണെങ്കിലേ ഇതിൻ്റെ അകത്തോട്ട് ഇതിട്ട് കൊടുക്കും, നല്ലപോലെ പിടിച്ചോളൂല്ലോ ഉപ്പ്. ഇതേല് ഒട്ടിച്ച് കഴിഞ്ഞ് ഇത് നമുക്ക് വെള്ളത്തിലോട്ട് ഇട്ടിട്ട് കൂടിപ്പോയോ മതിയായിരിക്കും അല്ലേ? മതിയോ? നമുക്ക് ആദ്യം ഒരെണ്ണം ഉണ്ടാക്കി നോക്കാം എങ്ങനെ ആവുമെന്ന്. കഴിഞ്ഞിട്ട് പിന്നെ ഇത് വെള്ളത്തിലിട്ടിട്ട് പെട്ടെന്ന് തന്നെ എടുക്കണമെന്ന് പറഞ്ഞ് നമുക്കിത് പാത്രത്തിലോട്ട് വെക്കാം. എനിക്ക് തോന്നുന്നു ഈ വെള്ളത്തിൽ ഇതൊന്നും കിടന്നില്ലേ, അപ്പൊ ഈ വെള്ളം കൊണ്ട് ഇത് കുതിരും. അതിനായിരിക്കും. കുറച്ച് നേരം ഇടാൻ പറഞ്ഞല്ലേ? ഒരു 5 മിനിറ്റ് ഇങ്ങനെ ഒന്ന് മാറ്റി വെക്കാം. എന്നിട്ട് ഇത് കുതിരട്ടെ. നമുക്കേ കുറച്ച് നല്ലപോലെ തേങ്ങയും കൂടി ഇട്ടതൊന്ന് പുട്ടാക്കി നോക്കാം. വെള്ളം പോകുന്നു. വെള്ളം കിഴുത്തപ്പാത്രത്തിൽ വെച്ചതുകൊണ്ടേ നല്ലപോലെ ഇച്ചിരി തേങ്ങ ഇടാം അല്ലേ? ഞാനൊരു തവണ റാഗി ദോശപ്പൊടി വാങ്ങിച്ച് ദോശ ഉണ്ടാക്കിയിട്ട് ആർക്കും ഇഷ്ടപ്പെട്ടില്ലായിരുന്നു. അല്ല, ഇടിയപ്പം ഉണ്ടാക്കിയിട്ട് ഇതെങ്ങനെയാവും നോക്കാം. കുതിർന്നോ അമ്മേ? ഇത് കുതിർന്നു. തേങ്ങയും കൂടെ സാധാരണ പുട്ടിന് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് തേങ്ങ ഇട്ട് കൊടുക്കുമല്ലേ? ഇത് വലിയ ടേസ്റ്റ് അല്ലാത്ത സാധനമായതുകൊണ്ടേ കുറച്ച് തേങ്ങയും കൂടെ ഇട്ടങ്ങോട്ട് മിക്സ് ചെയ്തെടുക്കാം. കൊള്ളാമെങ്കിൽ ഇത് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിൽ ഒരു ദിവസം ഉൾപ്പെടുത്താമല്ലോ ഇനി. എന്നും ദോശയപ്പോ ഇഡലി വെറൈറ്റി പിടിക്കാം. അതെ. ഇതേ സ്പൂൺ വെച്ചൊന്നും കുഴയ്ക്കാൻ നടക്കുമല്ലോ കേട്ടോ. കൈ വെച്ച് തന്നെ. ഞാൻ എൻ്റെ അടിയിൽ ഇച്ചിരി തേങ്ങ ഇട്ടായിരുന്നേ, ചില്ലിൻ്റെ അടിയിൽ അല്ല, പുട്ടുകുറ്റിയുടെ അടിയിൽ. ഇപ്പോൾ ഒരെണ്ണത്തിന് കുഴച്ചിട്ട് 2എണ്ണത്തിനുണ്ടെന്ന് തോന്നുന്നല്ലോ. അറിഞ്ഞോ? നിറയെ ഇഡ്ഡലി പാത്രത്തിൽ വേണമെങ്കിലും ആവിയേറ്റി എടുക്കാം. പക്ഷെ പുട്ടുകുറ്റി വെച്ചാലോ പുട്ടൊരു സെറ്റാവത്തുള്ളൂ. വേവട്ടെ. വീണ്ടും കൂടിയോ? ഇതേ എന്നാന്നറിയോ, ഞാൻ ഒരു കുറ്റിയില് വെച്ച് ഒരു ട്രിപ്പ്, ആദ്യത്തെ ട്രിപ്പ് വെച്ചല്ലോ. അപ്പൊ അത് കഴിഞ്ഞിട്ട് ബാലൻസ് കുറച്ച് പൊടി വന്നല്ലോ, ഇത് ബാക്കി വന്നല്ലോ. അപ്പൊ ഞാൻ നോക്കിയപ്പോ അത് ഒരെണ്ണത്തിനുള്ളതില്ല. ആക്കാൻ വേണ്ടി കുറച്ചും കൂടെ കുഴച്ചതാ. നമുക്ക് ഫസ്റ്റിലത്തെ ഒന്ന് എടുത്ത് നോക്കാം എങ്ങനെ ആയെന്ന്. നമുക്ക് എടുത്ത് നോക്കാം എങ്ങനെയായോ എന്തോ. കുത്തിക്കോ.
നൂഡിൽസ് ഒക്കെ കണ്ടോ? നൂഡിൽസ് പോലെ അല്ലേ? ആ, അതും കൂടെ വെച്ച് നോക്കാം. അതിനകത്ത് വെള്ളം ഉണ്ടോ നോക്കി ഇനി കൊടുത്തിനകത്ത് ഉണ്ടോ? ഇല്ല. ഇല്ലെങ്കിൽ അപ്പൊ അതും കൂടെ ഉണ്ടാക്കാം അല്ലേ? അതോടെ ഒഴിച്ചു ഇച്ചിരി വെള്ളം കൂടെ ഒഴിച്ചു. നമ്മുടെ 2 പുട്ട് റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ടേസ്റ്റ് ചെയ്യാൻ കൊടുത്ത് നോക്കാം. ഇത് നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ ഈ സാധനം. നല്ല ഞാനേ എന്നാളൊരു പ്രാവശ്യം ഇതിന്റെ മറ്റേ പൊടി വാങ്ങിച്ചിട്ട് സാധനം ഇടിയപ്പം ഉണ്ടാക്കിയിട്ട് ആർക്കും വേണ്ടായിരുന്നു, ഇഷ്ടപ്പെട്ടില്ല. പക്ഷെ ഇതിന് നല്ല ടേസ്റ്റ്, നല്ല ടേസ്റ്റ്. ഞാൻ ഇത് പ്രതീക്ഷിച്ചേ ഇല്ല ഇതിന് ഇത്രയും ടേസ്റ്റ് ഉണ്ടായിരിക്കും. നമ്മൾ പുട്ടുണ്ടാക്കുന്നതിന് മയം ഉണ്ടല്ലേ? നല്ല അടിപൊളിയാണ് കേട്ടോ. ഇത് നീ മേടിക്കണം. ഇതെന്നാന്നോ എന്നാളൊരു പ്രാവശ്യം ആന്റിയമ്മ വന്നപ്പോ പറഞ്ഞായിരുന്നു, അവരെവിടെയോ ചെന്നപ്പോ ഇങ്ങനെ ഇതുണ്ടാക്കി നല്ല ടേസ്റ്റ് ആയിരുന്നു. അന്ന് തൊട്ട് ഞാൻ ഇങ്ങനെ നോക്കുന്നു. കുഞ്ഞമ്മ പറഞ്ഞു കേട്ടോ, കുഞ്ഞു പറഞ്ഞില്ലേ കടയിൽ. പക്ഷെ ഇത് അങ്ങനെ എല്ലാ കടയിലും ഇല്ല. ഇതിപ്പം എന്റെ കുഞ്ഞമ്മ പറഞ്ഞ പോലെയാണോ ഉണ്ടാക്കിയത്? എന്റെ വീട്ടിൽ എല്ലാവരും കൂടെ വാരി വാരി തിന്നുന്ന ലക്ഷണമാണ്. ആ പരീക്ഷണം ആയതുകൊണ്ട് 2 ഉണ്ടാക്കിയുള്ളൂ. കൊള്ളുവോന്നറിയത്തില്ലല്ലോ. നല്ലതാന്ന് അവരൊക്കെ പറഞ്ഞെങ്കിലും നമ്മൾ ഉണ്ടാക്കിയാൽ ശരിയാകുമോന്ന് അറിയത്തില്ലല്ലോ. ഇത് കുഴപ്പമില്ല, നല്ല അടിപൊളി ടേസ്റ്റ് ആണോ. ചൂടുവെള്ളത്തിൽ ഇട്ടിട്ട് വാരിതാണോ? ചൂടുവെള്ളമല്ല, പച്ചവെള്ളത്തിൽ ഇട്ടിട്ടോ. പക്ഷെ നല്ല സൂപ്പറാണ്. പച്ചവെള്ളത്തിൽ ചക്കര 2 മിനിറ്റ്. ആഴ്ച 2 ദിവസം ആക്കിക്കൂട്ടാ കേട്ടോ. അതെ, അന്ന് നമ്മൾ ദോശ ഉണ്ടാക്കിയിട്ടും സുഖമായില്ലായിരുന്നു. പക്ഷെ നല്ല റാഗിപ്പൊടിയൊക്കെ നല്ലതാണ്, ഇതൊക്കെ കഴിക്കണം. പോപ്പി എന്നാന്നറിയോ? പോപ്പിക്ക് കറി വേണം. കറിയും വേണം. തേങ്ങ ഇടുന്ന ഇഷ്ടമില്ല അവന്. കറി വേണം അല്ലേ? മീൻകറി തരാം. മീൻകറി കൂട്ടി പുട്ടുമൊക്കെ തിന്നിട്ട് നമുക്ക് ഇറങ്ങേക്കാം. പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം.